ഉംറയുടെ നിയ്യത്ത് എങ്ങനെയാണ് വെക്കുക എന്ന് നമുക്ക് നോക്കാം. നിയ്യത്ത് വെക്കാൻ പോകുന്നതിന് മുമ്പ് പുരുഷന്മാർ അവരുടെ തലയിൽ തൊപ്പിയുണ്ടെങ്കിൽ ആ തൊപ്പി അഴിച്ചു മാറ്റണം. തലപ്പാവുണ്ടെങ്കിൽ അഴിച്ചു മാറ്റണം. സഹോദരിമാർ സ്ത്രീകൾ നിഖാബ് ഹിജാബ് ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഹിജാബും നിഖാബും അവർ അഴിച്ച് മാറ്റി വെച്ചതിന് ശേഷമാണ് നിയ്യത്തിലേക്ക് നാം പ്രവേശിക്കേണ്ടത്. ഉംറയുടെ നിയ്യത്ത് എങ്ങനെയാണ് വെക്കുക എന്ന് നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ അംബിയാഇ വൽ മുർസലീൻ വആലി കുല്ലി വസ്സഹാബത്തി അജ്മഈൻ. അല്ലാഹുമ്മ ഇന്നി ഉരീദുൽ ഉംറത ഫയസ്സിർഹാ ലി വതഖബ്ബൽഹാ മിന്നി വഅഇന്നി അലൈഹാ വബാരിക് ലി ഫീഹാ നവൈതുൽ ഉംറത വഅഹ്റംതു ബിഹാ ലില്ലാഹി തആല. ഇതാണ് നിയ്യത്ത്. നിയ്യത്ത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ തൽബിയത്ത് ഒരു തവണ പറയൽ നിർബന്ധമാണ്, 3 തവണ പറയൽ സുന്നത്താണ്. എന്താണ് തൽബിയത്ത്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. ഇതാണ് തൽബിയത്ത്. ഇത് ഒരു തവണ പറയൽ നിർബന്ധമാണ്, 3 തവണ പറയൽ സുന്നത്താണ്. അങ്ങനെ നിയ്യത്തും തൽബിയത്തും നാം പറയലോടുകൂടെ നാം ഉംറയുടെ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുകയാണ്. എന്നാൽ ഹജ്ജിന് വേണ്ടി നിയ്യത്ത് ചെയ്യുമ്പോൾ നാം പറയേണ്ടത് അല്ലാഹുമ്മ ഇന്നി ഉരീദുൽ ഹജ്ജ ഫയസ്സിർഹു ലി വഅഇന്നി അലൈഹി വബാരിക് ലി ഫീഹി നവൈതുൽ ഹജ്ജ വഅഹ്റംതു ബിഹി ലില്ലാഹി തആല. ഈ ഒരു നിയ്യത്ത് വെച്ചുകൊണ്ട് തൽബിയത്ത് ഒരു തവണ ചൊല്ലുക, അത് നിർബന്ധമാണ്. 3 തവണ ചൊല്ലൽ സുന്നത്താണ്. അങ്ങനെ 3 തവണ തൽബിയത്ത് ചൊല്ലി നാം ഹജ്ജിൻ്റെയും ഉംറയുടെയും പ്രവർത്തനങ്ങളിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലുള്ള ആൾക്ക് മുഹ്രിം എന്നാണ് പറയുക, ഇഹ്റാം ചെയ്തയാൾ എന്നാണ് പറയുക. ഇനി ഹജ്ജിന്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് പൂർണ്ണമായി ഹജ്ജിൽ നിന്ന് വിരമിക്കുന്നത് വരെ, അല്ലെങ്കിൽ ഉംറയുടെ പ്രവർത്തനങ്ങൾ ചെയ്ത് ഉംറയിൽ നിന്ന് വിരമിക്കുന്നത് വരെ ധാരാളം കാര്യങ്ങൾ ഇഹ്റാമിലായുള്ള മുഹരിമായ ആള് അല്ലെങ്കിൽ മുഹരിമത്തായ സ്ത്രീ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അതെന്തൊക്കെയാണെന്ന് വരുന്ന വീഡിയോകളിൽ നമുക്ക് പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.